ഈശോയെ സ്വന്തമാക്കണമെങ്കിൽ ചിലതൊക്കെ ഉപേക്ഷിക്കണമെന്ന് വചനം ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത്രത്തോളം എളുപ്പമല്ലാത്ത ചില കാര്യങ്ങളാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടത്. നോക്കിയേ, നിത്യതയിലേക്ക് നമ്മളെ നയിക്കേണ്ട ചില ഉപേക്ഷകളുണ്ട് ജീവിതത്തിൽ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈശോയെ സ്വന്തമാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ചില ഇഷ്ടങ്ങളൊക്കെ ഒന്ന് ഉപേക്ഷിച്ചാൽ ഈശോയെ സ്വന്തമാക്കാൻ പറ്റുമെന്ന് വചനം ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നോക്കിയാൽ അത്ര കാര്യഗൗരവത്തോടുകൂടെ ഈ വചനം ഏറ്റെടുക്കുന്നവർ, ഈശോയെ യഥാർത്ഥത്തിൽ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഈശോയെ ഇഷ്ടപ്പെട്ട് ഈശോയുടെ സ്വന്തമാകാൻ ആഗ്രഹിക്കുന്നവർ ചിലതൊക്കെ ഉപേക്ഷിക്കണമെന്ന് വചനം ഓർമ്മിപ്പിക്കുമ്പോൾ ഈ ഉപേക്ഷയിലൂടെയാണ് ഈശോയെ സ്വന്തമാക്കാൻ സാധിക്കുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ചിലതൊക്കെ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ചില സൗഹൃദങ്ങൾ, ചില ബന്ധങ്ങൾ, ചിലപ്പോൾ നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളോടുള്ള അമിതമായിട്ടുള്ള ഒരു അഡിക്ഷൻ, ചിലതൊക്കെ ഉപേക്ഷിച്ചാൽ മാത്രമേ ഈശോയുടെ ഒപ്പം നമുക്ക് നടന്നു നീങ്ങാൻ സാധിക്കുകയുള്ളൂ. ആത്മീയ ജീവിതത്തിൽ ഈശോയുടെ ഒപ്പമായിരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു കുഞ്ഞു കഥ ഇങ്ങനെയാണ്. ഒരു കൊച്ചു കുഞ്ഞ് വാവിട്ട് കരയുകയാണ്. കുഞ്ഞിൻ്റെ അടുത്ത് അമ്മൂമ്മയാണ് കുഞ്ഞിൻ്റെ അടുത്തുള്ളത്. ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഈ കുഞ്ഞിന് അമ്മൂമ്മ സമ്മാനിക്കുന്നുണ്ട്. പക്ഷേ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. ഈ കുഞ്ഞിൻ്റെ നിലവിളി കേട്ട്, കരച്ചിൽ കേട്ട് ആ കുഞ്ഞിൻ്റെ സ്വന്തം അമ്മ അടുത്തേക്ക് ഓടി വരാം. ഈ കുഞ്ഞിനെ എടുത്ത് നെഞ്ചോട് ചേർക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ പതിയെ പതിയെ ഇല്ലാതാകുന്നു. ആ അമ്മയുടെ ചൂടും അമ്മയുടെ ഗന്ധവും കുഞ്ഞിന് മനസ്സിലാകുന്നുണ്ട്, അത് സ്വന്തം അമ്മയാണെന്ന്. നോക്കിയേ, ഈശോയെ സ്വന്തമാക്കുന്നവർക്ക് ഈ ഒരു അനുഭവമാണ് നമ്മളെയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഈശോയുടെ സ്നേഹവും ഈശോയുടെ ചൂടും അനുഭവിക്കണമെങ്കിൽ ജീവിതത്തിൽ ചില ഉപേക്ഷകൾ അനിവാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മളൊക്കെ ചിലതൊക്കെ നേടിയെടുക്കാനായിട്ട് ഒരുപാട് ത്യാഗങ്ങൾ എടുക്കാറുള്ളവരല്ലേ. പരീക്ഷയ്ക്ക് വേണ്ടി, ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ ഉപേക്ഷിക്കുന്നവരാണ്. ഈ ഉപേക്ഷയിലാണ് ചിലതൊക്കെ നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഉപേക്ഷിക്കുമ്പോഴാണ് നേടിയെടുക്കാൻ പോകുന്നതിൻ്റെ വില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രിയപ്പെട്ടതാണെന്ന് തോന്നിയതൊക്കെ നമുക്കൊന്ന് ഉപേക്ഷിച്ചുകൊണ്ട് ഈശോയെ സ്വന്തമാക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.